ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫുഡ് സേഫ്റ്റി ലോസ്, ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആക്ട് 2006 എന്നിവയെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ ആദ്യം ഈ ഫുഡ് സേഫ്റ്റി ആക്ടിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് ബില്ല് സൈൻ ചെയ്തത് എപ്പോഴാണ്. നമ്മൾ ബില്ല് സൈൻ ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ആദ്യമായിട്ട് എപ്പോഴായിരിക്കും ഒരു ബില്ല് സൈൻ ചെയ്യുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ പച്ച മഷി പേന കൊണ്ട് ഫുഡ് സേഫ്റ്റി ഓഫീസറൊക്കെ കിട്ടിയിട്ട് ആദ്യം നിങ്ങൾ സൈൻ ചെയ്യുന്നത് പേനയൊക്കെ ഇങ്ങനെ എടുത്തിട്ട്, അനീഷ അല്ലേ, അനീഷ ദാ ഇങ്ങനെ എഴുതുക. അപ്പൊ 2 കിട്ടി. പക്ഷെ ഈ 2 കഴിഞ്ഞ് ഇങ്ങനെ കൈ ഇങ്ങനെ മേലെ ഇങ്ങനെ അങ്ങ് തെറ്റിപ്പോയി. തെറ്റി നേരെ നമ്മുടെ ആരുടെ കയ്യിലാ വീഴുന്നതെന്നറിയോ? നിങ്ങളുടെ മെയിൻ ഓഫീസറിന്റെ ദേഹത്തോട്ട് ടക്ക് എന്ന് പറഞ്ഞു പോയി വീഴും. അപ്പൊ എന്ത് പറ്റും? അയാള് നിങ്ങളെ പിടിച്ചെടുത്ത് പുറത്തെറിയും. ആ പുറത്തെറിയുന്നതാണ് 3G ലൈഫ്. അമൃതയുടെ ലൈഫ് എന്തായി? 3G ലൈഫായി. കാരണം ഓഫീസിൽ നിന്ന് പിരിച്ചുവിടും. ആ ഫുഡ് സേഫ്റ്റി ഓഫീസറൊക്കെ കഷ്ടപ്പെട്ട് എഴുതിയത് വെറുതെ ആവും. അപ്പോ ആ 3G എന്താ? 23 ആണ് 3G. ആ 3 എന്ന് പറയുന്നത് 23rd ആണ്. അപ്പൊ അയ്യോ, ഓ, അങ്ങനെ ഒരു വിഷമം വരും. ആ ഓ ആണ് 23rd ഓഗസ്റ്റ്. 23rd ഓഗസ്റ്റ് കിട്ടിയല്ലോ. 23rd ഓഗസ്റ്റ് എന്ന് കിട്ടി. പിന്നെ 2006 നിങ്ങൾ പരീക്ഷ എഴുതിയപ്പോഴും 3G ലൈഫ് ആയതുകൊണ്ട് ആ 2003 എഴുതിയ, പിന്നെ PSC വിളിക്കുന്ന 2006 അപ്പം 2006 നിങ്ങൾ സൈൻ ചെയ്തത്. സാധാരണ പിള്ളേരെ പോലെയല്ല, എന്റെ ക്ലാസ്സിൽ കയറി മിടുക്കന്മാരായതുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾ പാസ്സായി. പാസ്സായത് 24 ഓഗസ്റ്റിനാണ്. 24 ഓഗസ്റ്റ് 2006 തന്നെ നിങ്ങൾ പാസ്സായി. അപ്പൊ ആക്ട് പാസ് ചെയ്തത് 24 ഓഗസ്റ്റ് എന്ന് കിട്ടും. പിന്നെ പറഞ്ഞ എസ്റ്റാബ്ലിഷ് ചെയ്ത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സ്ഥാപനം എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? നമുക്ക് അതിന് കുറച്ചെങ്കിലും ഒരു സമയം വേണ്ടേ? അല്ലാതെ നിങ്ങൾ ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിൽ ഇരിക്കട്ടെ, ഡോക്ടേഴ്സ് ഒരു ക്ലിനിക്ക് ഇട്ടു. ആ ക്ലിനിക്ക് എസ്റ്റാബ്ലിഷ് ആവുന്ന എപ്പോഴാ? ഇന്ന് ഞാൻ ക്ലിനിക്ക് ഇട്ടു, നാളെ ഞാൻ എസ്റ്റാബ്ലിഷ് ആയി. അങ്ങനെയല്ല, മിനിമം ഒരു 2 വർഷം പിടിക്കും. അപ്പൊ നമ്മൾ 2006 പാസ്സായ, അപ്പൊ 2008 എസ്റ്റാബ്ലിഷ് ചെയ്തത്. 2008 എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ വീട്ടുകാർക്ക് ഷേക്ക് ഹാൻഡ്. ഇന്നമ്മ ഷേക്ക് ഹാൻഡിൽ എത്ര കൈ കാണുന്നുണ്ട്? 5 കിട്ടിയല്ലോ. പിന്നെ ഞാൻ അടുത്ത വർഷം ആ 2 വർഷം പിടിക്കും എന്ന് പറയുന്ന പോലെ 1 മാസവും കൂടെ കഴിയും. അതാണ് സെപ്റ്റംബർ 5 സെപ്റ്റംബർ 2008 കിട്ടും. അങ്ങനെ എക്സ്റ്റാബ്ലിഷ് ചെയ്ത വർഷവും കിട്ടി. പിന്നെ കെയിം ഇൻ ടു ഫോഴ്സ്. എന്നാണ് ഇത് ഫോഴ്സിൽ വന്നത്? ഫോഴ്സിൽ വന്നെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ അനീഷയെ അല്ലെങ്കിൽ അമൃതയെ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ഫോഴ്സ് കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെയല്ലേ കൊടുക്കുന്ന. അപ്പൊ ഇത് എത്രയാ? 5. അപ്പൊ പെട്ടെന്ന് എന്ത് പറ്റും? പെട്ടെന്ന് നേരെ അയ്യോ എന്ന് പറഞ്ഞ് വീഴും. ആ വീഴുന്നതാണ് ഓഗസ്റ്റ്. ഓ, ഓഗസ്റ്റ് കിട്ടിയേ. അപ്പൊ 5 ഓഗസ്റ്റ് കിട്ടിയേ. പിന്നെ പറയുന്നത് എന്താ? നിങ്ങൾ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരാൾ ഇടിക്കാൻ വരുമ്പം കൈയും കെട്ടി മോനെ ഇടിച്ചിട്ട് പോവോ, അങ്ങനെയല്ലല്ലോ പറയുന്ന. നിങ്ങൾ അത് തടയാൻ ശ്രമിക്കും. നിങ്ങൾ എങ്ങനെയായിരിക്കും തടയുന്ന? കുംഫു കരാട്ടയൊക്കെ പഠിച്ചിട്ടുള്ള അശ്വന്ത് ഉള്ളപ്പോ അശ്വന്ത് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇങ്ങനെ കുനിയുമ്പോ എത്രയാ നിങ്ങൾക്ക് കാണുന്ന? 11 അല്ലേ? അപ്പൊ 2011 കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് മനസ്സിലായല്ലോ. ഇനി പറയുന്നത് FSSA. FSSA അതിൻ്റെ അകത്ത് എത്ര ചാപ്റ്റർ ഉണ്ട്? 12 ചാപ്റ്റേഴ്സ് ഉണ്ട്. 1, 2. നിങ്ങൾ സാധാരണ ഏതെങ്കിലും ചാപ്റ്റർ പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് വരുന്ന വികാരങ്ങൾ 1ഉം 2ഉമാണ്. എന്താന്ന് മനസ്സിലായോ? ഞാൻ സാർ ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം. 1 കുറച്ച് സാർ വയറിന്റെ തീരെ വയ്യ. 2. അപ്പം ചാപ്റ്ററിന്റെ കേസിൽ 1, 2, 12 ചാപ്റ്റേഴ്സ് എന്ന് കിട്ടിയോ പിള്ളേരെ? ഇനി അടുത്തെന്ന് പറയുന്നത് 101 സെക്ഷൻസ്. എങ്ങനെ കിട്ടും 101 സെക്ഷൻ? വളരെ സിമ്പിള്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ കുംഫൊക്കെ പഠിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് 1 കാണാം, ഒരു വട്ടം കാണുന്നുണ്ട്. 101 കിട്ടിയോ? 101 കിട്ടി. അപ്പൊ 101 സെക്ഷൻ ഉണ്ട്, 12 ചാപ്റ്റർ ഉണ്ട്. പിന്നെ എത്ര ഷെഡ്യൂൾ ഉണ്ട്? നിങ്ങൾ പറ പിള്ളേരെ, എനിക്ക് ഷെഡ്യൂൾ ഉണ്ട് ശരിക്കും? എനിക്ക് ആകെ 2 ഷെഡ്യൂൾ അല്ലേ ഉള്ളൂ. രാത്രി ക്ലാസ്, രാവിലെ ക്ലാസ്. ഇപ്പൊ 2 ഷെഡ്യൂൾ കിട്ടുവേ. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയാണ് FSSA കണ്ടെയ്ൻ. 12 ചാപ്റ്റേഴ്സ്, എത്ര സെക്ഷൻ? 101 സെക്ഷൻ,
എത്ര ഷെഡ്യൂള്? 2 ഷെഡ്യൂൾ. ഇനി FSSA ഈസ് റെസ്പോൺസിബിൾ ഫോർ സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഫുഡ്. നമ്മുടെ ഫുഡിനൊക്കെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത് FSSAI ആണ്. FSSAI ആണോ? അതെ. സോ there is one body to deal with and no confusion in the mind of consumers. കൺസ്യൂമേഴ്സിന് ധൈര്യത്തിൽ, അല്ലെങ്കിൽ ട്രേഡേഴ്സിന്, മാനുഫാക്ചേഴ്സിന്, ഇൻവെസ്റ്റേഴ്സിന് എല്ലാവർക്കും ധൈര്യത്തിൽ ഒരു പ്രശ്നവും ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഒരു ഫുഡിന്റെ സ്റ്റാൻഡേർഡ് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്ട്രി ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. മെയിൻ ആയിട്ടുള്ള ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആരാന്ന് ചോദിച്ചാല് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. അപ്പോ ഒരു മിനിസ്ട്രി ആണെന്ന് മനസ്സിലായി. ഹെൽത്തിന്റെ വേണം, നമ്മൾ ഫുഡ് അല്ലേ കഴിക്കുന്നത്, അപ്പൊ ഹെൽത്ത് നോക്കണ്ടേ. അപ്പം മിനിസ്ട്രി ഓഫ് ഹെൽത്ത് നിങ്ങളുടെ വീട്ടുകാരെ നോക്കണ്ടേ. ആൻഡ് ഫാമിലി വെൽഫെയർ, ഫാമിലിക്ക് വെൽഫെയർ ഉണ്ടെങ്കിലേ നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്നും എന്ന് വെച്ചാല് ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് ഡെയിലി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി ഹെൽത്ത് ഇംപ്രൂവ് ആയിരിക്കണം. അതാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി പറയുന്നത് FSSA ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന 5 റീജിയൻ. അപ്പോ ഇതിന്റെ ഹെഡ് ഓഫീസ് നോർത്തേൺ റീജിയനിലാന്ന് ഓർക്കണം. എവിടെയാണ് ഹെഡ് ഓഫീസ്? നോർത്തിലാണ്. നോർത്തേൺ റീജിയനിൽ വരുന്ന എവിടെയാ? നിങ്ങൾക്ക് നോർത്ത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോകുന്നത് ഡൽഹിയിലാണ്. അപ്പൊ ന്യൂഡൽഹിയിലാണ് നമ്മുടെ ഹെഡ് ഓഫീസ്. പിന്നെ പറയുന്ന ഈസ്റ്റേൺ റീജിയനിലുണ്ട്. ഈസ്റ്റേൺ റീജിയൻ എന്ന് വെച്ചാൽ കൊൽക്കത്തയിലാണ്. ഈസ്റ്റേൺ കൊൽക്കത്ത. ഈസ്റ്റേൺ കറി പൗഡർ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല? നിങ്ങൾ ഇനി അടുത്ത തവണ കുഴക്കട്ട ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റേൺ കറി പൗഡർ ഉപയോഗിക്കണം. എന്താണ്? ഈസ്റ്റേൺ സാമ്പാർ പൊടി. അപ്പൊ കുഴക്കട്ടയും സാമ്പാറും കൊള്ളത്തില്ല. നിങ്ങൾ എന്തെങ്കിലും ഈസ്റ്റേണിന്റെ മസാല യൂസ് ചെയ്ത് കുഴക്കട്ട ഉണ്ടാക്കുക. കുഴക്കട്ടയാണ് കൊൽക്കട്ട. അപ്പൊ ഈസ്റ്റേണില് കൊൽക്കട്ട, നോർത്തേണില് ന്യൂഡൽഹി. അയ്യോ എന്തൊരു പാടാണ് എന്റെ സാറേ നോർത്തേണില് ന്യൂഡൽഹി ഓർക്കാൻ. വളരെ സിമ്പിൾ അല്ലേ പിള്ളാരെ? നോർത്തേണിൽ ഒരു എന്നില്ലേ? ന്യൂഡൽഹി കിട്ടില്ലേ? നോർത്തേണിൽ എന്നുണ്ട്, ന്യൂഡൽഹിയും കിട്ടും. അപ്പൊ ഹെഡ് ഓഫീസ് ന്യൂഡൽഹി ആണ്. ആരും ചെന്നിട്ട് സാർ ഹെഡ് ഓഫീസ് തിരുവനന്തപുരത്ത് തമ്പാനൂർ ജംഗ്ഷനിലാന്ന് പറയല്ലേ. അവിടെയല്ല ഹെഡ് ഓഫീസ്, ന്യൂഡൽഹി തന്നെയാണ് ഹെഡ് ഓഫീസ്. ഇനി നോർത്ത് ഈസ്റ്റേൺ റീജിയൻ, നോർത്തും വരുന്നുണ്ട് ഈസ്റ്റും വരുന്നുണ്ട്. ഈസ്റ്റ് എന്ന് പറയുന്ന സൂര്യൻ ഉദിക്കുന്ന സ്ഥലമല്ലേ നോർത്ത് ഈസ്റ്റ്? ആണോ? നോർത്ത് ഈസ്റ്റില് സാധാരണ നമ്മൾ സായാഹ്ന വേദിയിലൊക്കെ നമ്മൾ ഗേൾഫ്രണ്ടിനെയൊക്കെ കൊണ്ടുപോയി ഇരിക്കുന്നത് ബീച്ചില് എന്ത് കാണാനാ? ആകാശം കാണാനാണോ? അല്ല, സൺസെറ്റ് കാണാൻ. സൂര്യൻ എങ്ങനെ അസ്തമിക്കുന്നു ഇതിനു വേണ്ടിയിട്ടാണ് പോയി രണ്ടുപേരും കൈകോർത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോ സൺസെറ്റ് ഈ ഗുവാഹട്ടിയാണ് ഗേൾഫ്രണ്ട്. അപ്പൊ നോർത്ത് ഈസ്റ്റ് ദിശയിലായിരിക്കും നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. ആണോ? ആരാ പറഞ്ഞത് ഈസ്റ്റില് സൺസെറ്റ് ഉണ്ടത്? നിങ്ങളെ മണ്ടന്മാരായോണ്ട് അവിടെ പോയി ഇരിക്കുന്നത്. ശരിക്കും അവിടെ സൺസെറ്റ് എന്ന് പറയുന്നത് ഈസ്റ്റിലല്ലല്ലോ, വെസ്റ്റിലല്ലേ. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കാമുകിയെ ആത്മാർത്ഥമായിട്ട് അവിടെ നോർത്ത് ഈസ്റ്റിൽ നോക്കിയിരിക്കുക. ഇപ്പൊ വരൂലോ സൂര്യൻ. അപ്പൊ അതാണ് നോർത്ത് ഈസ്റ്റ് ആണ് ഗുവാഹട്ടി നോർത്ത് ഈസ്റ്റ് എന്ന് കിട്ടിയോ? പിന്നെ പറയുന്ന വെസ്റ്റേൺ റീജിയൻ മുംബൈ. വെസ്റ്റേൺ റീജിയൻ എങ്ങനെ മുംബൈ എന്ന് കിട്ടും? വളരെ പാട് സാർ. വെസ്റ്റേൺ എന്ന് നിങ്ങളൊന്ന് എഴുതിക്കേ, WESTRN. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? W അങ്ങ് തിരിച്ചിട്ടാ മുംബൈ കിട്ടും. മുംബൈ കിട്ടിയില്ലേ? W തിരിച്ച MI, അപ്പൊ മുംബൈ കിട്ടും. ഓക്കെ, അപ്പൊ വെസ്റ്റേണില് മുംബൈ ആന്ന് കിട്ടും. ഇനി പറയുന്ന സതേൺ പറഞ്ഞപ്പോഴാണ് ആകെ ഒരു ആശ്വാസം കിട്ടിയത്. സതേൺ എന്ന് വെച്ചാൽ നമ്മുടെ സ്ഥലം. എനിക്ക് വയ്യ. കേരളത്തിലെ കൊച്ചിയുണ്ട്, ചെന്നൈയും ഉണ്ടല്ലോ, തമിഴ്നാടും ഉണ്ട്. എന്റെ എല്ലാ ആഗ്രഹവും പോയി. ആകെ ഒരു കൊച്ചിയേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആ ചെന്നൈ വന്നേക്കുന്നത്. നിങ്ങൾക്കറിയില്ലേ CC? നമ്മുടെ നാട്ടിൽ എന്ത് സാധനം വാങ്ങിക്കണമെങ്കിലും CC ഇടണം. CC ഇടാത്തവര് വളരെ ചുരുക്കം. എന്ത് സാധനം വാങ്ങിച്ചാലും നിങ്ങൾ CC ഇട്ടിട്ട് എടുക്കും. വണ്ടി എടുക്കുന്നു മോനെ, അപ്പൊ പറയാം CC ഇട്ടാണോ എടുത്തത്? CC ഇട്ടിട്ടാ. ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചു, CC ഉണ്ട്, എല്ലാം അടയ്ക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സതേൺ പറയുമ്പോ 2 CC. എന്താണ് C? ഒന്ന് ചൈന അല്ലേ,
അല്ല, ഒന്ന് ചെന്നൈ, ഒന്ന് കൊച്ചിൻ. സാറേ, അപ്പൊ എറണാകുളം ആണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ എറണാകുളംകാരോട് പോയി ചോദിച്ചാൽ മതി. ഓക്കെ, അതിന്റെ ഉത്തരം അവിടെ കിട്ടും. അപ്പൊ ക്ലിയർ ആണോ? കൊച്ചിനും ചെന്നൈയുമാണ് നമ്മുടെ സദേൺ പാർട്ടിലുള്ള FSSA ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന റീജിയനുകൾ. ഇനി അതിന്റെ ഫങ്ഷൻസ് പറയുന്നുണ്ട്. മെയിൻ ആയിട്ട് ഫ്രെയിമിംഗ് ഓഫ് ദ റെഗുലേഷൻസ് ടു ലേ ഡൗൺ. മെയിൻ ആയിട്ട് ഇത് റെഗുലേഷൻസിനെ ഫ്രെയിം ചെയ്യും. എന്തിന്? സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ. ഗൈഡ് ലൈൻസ് ഇൻ റിലേഷൻ ടു ഫുഡ് ആർട്ടിക്കിൾസ് ആൻഡ് സ്പെസിഫൈയിങ് അപ്രോപ്രിയേറ്റ് സിസ്റ്റം. അതിനൊരു പ്രത്യേക ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും. ആ സിസ്റ്റം വെച്ചിട്ട് അതിന്റെ വേരിയസ് സ്റ്റാൻഡേർഡിനെ അത് നോട്ടിഫൈ ചെയ്യും. അതാണ് അതിന്റെ മെയിൻ ഫങ്ഷൻ. ഒരു ഫ്രെയിം വർക്ക് ആണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ എന്ത് സ്ഥാപനം തുടങ്ങിയാലും ആദ്യം ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യും, എന്നിട്ടേ നിങ്ങൾ അത് മുമ്പോട്ട് പോകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ക്ലിനിക്ക് ഇടുകയാണെങ്കിലും ആദ്യം നിങ്ങളുടെ അടിസ്ഥാനം നിങ്ങൾ ക്ലിയർ ആക്കും. ഇനി ലേയിങ് ഡൗൺ പ്രൊസീജിയർ ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ അക്രഡിറ്റേഷൻ ഓഫ് ലബോറട്ടറീസ് ആൻഡ് നോട്ടിഫിക്കേഷൻ ഓഫ് അക്രഡിറ്റഡ് ലബോറട്ടറീസ്. അവരെന്ത് ചെയ്യും? പ്രൊസീജിയറുകളും ഗൈഡ് ലൈൻസും എല്ലാം പ്രോപ്പർ ആണോ നോക്കും. എവിടത്തെ? നമ്മുടെ ലബോറട്ടറിയുടെയും അതുപോലെ അവിടെ അക്രഡിറ്റ് ചെയ്തേക്കുന്ന ലബോറട്ടറിയുടെയും നോട്ടിഫിക്കേഷൻസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. പിന്നെ ചെയ്യുന്നത് കളക്ട് ആൻഡ് കൊളേറ്റ് ഡേറ്റ. കൊളേറ്റ് ഡേറ്റ, കളക്ട് ആൻഡ് കൊളേറ്റ് ഡേറ്റ റിഗാർഡിങ് ഫുഡ് കൺസംഷൻ. ഫുഡ് കൺസംഷനെ പറ്റി ഉള്ള ഡേറ്റേഴ്സിനെ നമ്മൾ കളക്ട് ചെയ്യും. ഇൻസിഡൻസ് ആൻഡ് പ്രിവാലൻസ് ഓഫ് ബയോളജിക്കൽ റിസ്ക്. നമ്മൾ കഴിക്കുന്ന ഫുഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനത്തത്. എന്തൊക്കെ കണ്ടാമിനൻസ് ആണ് നമ്മുടെ ഫുഡിലുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഫുഡിൽ ആഡ് ചെയ്ത് വന്നേക്കുന്നത്. റെസിഡ്യൂസ് ഓഫ് വേരിയസ്, എന്തൊക്കെ റെസിഡ്യൂസ് ഉണ്ടാവും. അതുപോലെ കണ്ടാമിനൻസ് ഇൻ ഫുഡ്സ് പ്രൊഡക്ട്സ്, എന്തൊക്കെ പ്രൊഡക്ട്സിലെ ഫുഡ് പ്രൊഡക്ട്സിൽ വരുന്ന കണ്ടാമിനൻസ്. ഐഡന്റിഫിക്കേഷൻ ഓഫ് എമർജിങ് റിസ്ക്, നമുക്ക് എന്തെങ്കിലും റിസ്ക് അതിൻ്റെ അകത്ത് വരുന്നുണ്ടോ, എന്തെങ്കിലും പ്രത്യേകപരമായിട്ടുള്ള എന്തെങ്കിലും എക്സ്ട്രാ പദാർത്ഥം വന്ന് നമ്മുടെ അസുഖത്തിന് അല്ലെങ്കിൽ മനുഷ്യന്റെ ഹെൽത്തിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുന്നുണ്ടോ. ആൻഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് റാപ്പിഡ് അലേർട്ട് സിസ്റ്റം, എന്തെങ്കിലും ഒരു അലേർട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് കഴിക്കരുത് എന്ന് അനൗൺസ് ചെയ്യാനുള്ളത്. ഇതെല്ലാം ഇവരുടെ ഫംഗ്ഷൻ ആണ്. പ്രിസ്ക്രൈബിങ് ദ സ്റ്റാൻഡേർഡ് ആൻഡ് ഗൈഡ് ലൈൻസ് ഇൻ റിലേഷൻ ടു ഫുഡ്. അവരെന്ത് ചെയ്യും? പ്രിസ്ക്രൈബ് ചെയ്യും സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻസ്. എന്നിട്ട് സ്പെസിഫൈഡ് അപ്രോപ്രിയേറ്റ് സിസ്റ്റം ഫോർ എൻഫോഴ്സ്മെന്റ്, അവരിതിനെ എൻഫോഴ്സ്മെന്റ് ചെയ്യും. ഇനി സ്പെസിഫൈയിങ് ദ ലിമിറ്റ്, അവരാണ് ലിമിറ്റ് വെക്കുന്നത്. എത്രമാത്രം അഡിറ്റീവ്സ് വേണം, എത്രമാത്രം കണ്ടാമിനൻസ് വേണം, എത്രമാത്രം പെസ്റ്റിസൈഡ്സ് വേണം. അതുപോലെ വെറ്റിനറി ആൻഡ് ഫാർമക്കോളജിക്കൽ, അതുപോലെ വെറ്റിനറി ഡ്രഗ് റെസിഡ്യൂസ്, പിന്നെ പറയുന്ന ഹെവി മെറ്റൽസ്, പ്രോസസ്സിംഗ് എയ്ഡ്സ്, എന്തൊക്കെ പ്രോസസ് ചെയ്യുമ്പോൾ വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ, മൈക്രോടോക്സിൻസ്, ആന്റിബയോട്ടിക്സ്, അതുപോലെ തന്നെ ഫാർമക്കോളജിക്കൽ ആക്റ്റീവ് സബ്സ്റ്റൻസും ഇറേഡിയേറ്റഡ് ഫുഡ്സും. ഇതിനെ എല്ലാം ലിമിറ്റ് വെച്ചിട്ട് ഇത്രത്തോടെ ഇത് പാടുള്ളൂ. ഏതൊക്കെ സാധനങ്ങളാ? ഹെവി മെറ്റൽസ് ഇത്രേ പാടുള്ളൂ, അഡിറ്റീവ്സ് ഇത്രേ പാടുള്ളൂ, കണ്ടാമിനൻസ് ഇത്രേ പാടുള്ളൂ, പെസ്റ്റിസൈഡ്സ് ഇത്രേ പാടുള്ളൂ, അല്ലെങ്കിൽ വെറ്റിനറി ആൻഡ് വെറ്റിനറി ഡ്രഗ് റെസിഡ്യൂസ് ഇത്രേ പാടുള്ളൂ. ഈ പറയുന്ന സാധനങ്ങളെല്ലാം ലിമിറ്റ് വെക്കുന്നത് നമ്മുടെ FSSAI ആണ്. ഐയുടെ മെയിൻ ഒരു ഫങ്ഷൻ തന്നെയാണ്. ഇതിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലിമിറ്റ് ഉണ്ട്. ഹെവി മെറ്റൽസ് ഒക്കെ കൂടുതലുണ്ടെങ്കിൽ നമ്മളൊക്കെ വേഗം ഈ സ്ഥലം വിട്ട് ചത്തു, അത്രേ ഉള്ളൂ. ഇനി ലേ ഡൗൺ ഫുഡ്, എന്തിനെ ലേ ഡൗൺ ചെയ്യുന്ന? ഫുഡ് ലേബലിംഗ് സ്റ്റാൻഡേർഡ്സ് ഇൻക്ലൂഡിങ് ക്ലെയിംസ് ഓൺ ഹെൽത്ത്, അതുപോലെ ന്യൂട്രീഷൻ ആൻഡ് സ്പെഷ്യൽ ഡയറ്ററി യൂസസ് ആൻഡ് ഫുഡ് കാറ്റഗറി സിസ്റ്റം ഫോർ ഫുഡ്. ഫുഡിന് ഒരു കാറ്റഗറി സിസ്റ്റം കൊടുക്കുന്നു. അതുപോലെ അവരെന്ത് ചെയ്യും? ഫുഡിന് ലേബൽ ചെയ്യുന്നുണ്ട്. ഫുഡിന്റെ പുറത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഓരോ മാർക്കിംഗ്, FSSAI എന്നൊക്കെ പറഞ്ഞ കുറെ, ഏത് പ്രൊഡക്റ്റ് എടുത്താലും നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്കെല്ലാം FSSAI മാർക്ക് കാണും. ആ ലേ ഡൗൺ ഫോർ ലേബലിംഗ്, അതെന്തൊക്കെയാ നമുക്ക് ആ ലെവലിൽ കാണുന്ന വെച്ചാൽ, ഒന്ന് ഹെൽത്തിനെ കുറിച്ച് കാണും, അതുപോലെ എത്ര ന്യൂട്രീഷൻ ഉണ്ടെന്ന് കാണും, സ്പെഷ്യൽ ഡയറ്ററി വല്ലതും ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി കാണും, അതുപോലെ എന്ത് കാറ്റഗറി ഓഫ് ഫുഡാണ് ഇത്, അത് കാണും. ഇനി പ്രിസ്ക്രൈബിങ് ദ പ്രൊസീജിയർ, ഇതെന്ത് ചെയ്യും? പ്രൊസീജിയറിനെ പ്രിസ്ക്രൈബ് ചെയ്യും. ആൻഡ് ദ എൻഫോഴ്സ്മെന്റ് ഓഫ് ദ ക്വാളിറ്റി കൺട്രോൾ ആണ്. അവിടെ ക്വാണ്ടിറ്റി കൺട്രോളിന് ഒരു സ്ഥാനവും ഇല്ല. ഫുഡ് സേഫ്റ്റി FSSAI മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ക്വാളിറ്റിയാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ
അതെങ്ങനെ അവര് പ്രിസ്ക്രൈബ് ചെയ്യും, ഇന്ന രീതി വേണം നിങ്ങൾ ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ അവര് എൻഫോഴ്സ് ചെയ്യും, ക്വാളിറ്റി ഇത്രത്തോളം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അംഗീകാരം തരൂ. ഇൻ റിലേഷൻ ടു എനി ഇമ്പോർട്ടഡ് ആർട്ടിക്കിൾ ഓഫ് ഫുഡ്, ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ്, ഏതെങ്കിലും ഒരു പദാർത്ഥം നിങ്ങൾ പുറത്തുനിന്ന് വരുത്തി ചെയ്യുവാണെങ്കിൽ പോലും ഇവര് പറയും നിങ്ങൾ ഇന്ന രീതി ചെയ്യണം, അതാണ് ഇന്ന പ്രൊസീജിയർ, അല്ലെങ്കിൽ ഇന്ന ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സ് യൂസ് ചെയ്തിട്ടേ നിങ്ങൾ അതിനെ പ്രോസസ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആക്ട് അല്ലെങ്കിൽ FSSAIയുടെ പ്രധാന ഫങ്ഷൻസ്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. FSSAIനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോ ഇനി വരുന്ന ക്ലാസ്സിൽ കാണാം. അപ്പൊ വീണ്ടും നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പൊ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.